ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സോയാ ചാങ്ക്സ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയാ ചാങ്ക്സ് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പാതി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരണം. അതുപോലെ തന്നെ നല്ല ബ്രൗണിഷ് കളറാകുന്നവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇത് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നില്ല, ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിനകത്തേക്ക് നമ്മുടെ മസാലകളൊക്കെ സോയയിലേക്ക് ഇറങ്ങണമെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.